ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പ്ലേസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേസ് കാണുമ്പോൾ, സ്ഥലം കാണുമ്പോൾ എവിടെയാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. ആർക്കും എന്തായാലും അറിയാൻ പറ്റാത്തൊരു പ്ലേസ് അല്ല. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഗ്രീനറി നമ്മൾ കാണുന്നുണ്ട്. ഈ പച്ചപ്പ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അറിവിൽ കാണത്തില്ല. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പച്ചപ്പ് എന്ന് പറയുന്നത്. അത് ഒത്തിരി മനോഹരമായ ഒരു സ്ഥലം. എവിടെയാണെന്നല്ലേ? ഇവിടെ ഇഷ്ടപ്പെട്ട പ്ലേസായ മൂന്നാർ. അതാണ് ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ നമുക്ക് ഇവിടെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിലും ഫുൾ ടൈം വീട്ടിലിരുന്നിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ ആരാ ഇഷ്ടപ്പെടാത്ത? അങ്ങനെ എടുത്തൊരു പ്ലേസാണ് മൂന്നാർ. വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെ മൂന്നാർ കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമല്ലേ മൂന്നാർ? എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു കാഴ്ച, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പെട്ടെന്ന് മൂന്നാറുമായിട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? ഫസ്റ്റ് നമുക്കൊരു ട്രിപ്പ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏതായിരിക്കും? കേരളത്തിൽ മൂന്നാർ. അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ മറ്റ് സ്റ്റേറ്റിലോട്ട് പോയാൽ നമ്മൾ എടുക്കുന്ന എന്താവും? ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് ഷിംല, കുലു മണാലി. അവിടെയാണല്ലോ ഈ ഒരു കാഴ്ച വരുന്നത്. ഈ തണുപ്പ്, മഞ്ഞാണ് അവിടെ കൂടുതലും, എന്നാലും തണുപ്പ് വരുന്നത്. ഇന്നത്തെ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതേ കണ്ട ദൂരെ ആ ആകാശവും കുന്നും തട്ടി നിൽക്കുന്ന ആ കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. ഞാനിവിടെ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ എന്ന് തീരുമാനിച്ചത് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ. എങ്ങനെയാണ് നമുക്ക് വ്യത്യസ്തമായൊരു സെലിബ്രേഷൻ ഉണ്ടാകും, അതും ഫാമിലി ആയിട്ട്. എപ്പോഴും ഒരേ സ്ഥലം, ഒരേ ട്രിപ്പ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബോറാണ്. മൂന്നാർ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇങ്ങനെ ഒരു സെലിബ്രേഷന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ ഈ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫസ്റ്റ് കണ്ടേ, ബാക്കി നമുക്ക് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് വരുന്നത് സ്റ്റേ. അവിടുത്തെ ഫസ്റ്റ് എൻട്രി എങ്ങനെയായിരിക്കും എന്നല്ലേ? ഇതേ കണ്ടോളൂ, ഇതാണ് ഫസ്റ്റ് എൻട്രി വരുന്നത്. കാരണം എന്താ? തണുപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു ചൂട് വേണമല്ലോ, തീയില്ലാതെ പറ്റത്തില്ല. എന്താ പറയുക, ഒരു പണ്ടത്തെ പഴശ്ശല് പറയും. എന്താ എനിക്കിപ്പോൾ പിടിയിട്ടില്ല, ആവശ്യത്തിന് കിട്ടാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിയേ എങ്ങനെയാണ്, ഏത് രീതിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. നെക്സ്റ്റ് എന്താണെന്നല്ലേ? അടുത്ത് നമ്മൾ വരുന്നത് ഒരു കിച്ചൺ എക്സ്പീരിയൻസ് ആയ ചിക്കൻ കറി. അതാണ്. ഇതേ കണ്ടല്ലോ, ചിക്കൻ കറി റെഡിയാണ്. ഏകദേശം റെഡിയായി കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. ചിക്കൻ കറി മാത്രമല്ല കേട്ടോ, പിന്നെ ഗ്രിൽ ചിക്കൻ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതുകൊണ്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട സെലിബ്രേഷൻ ആണല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഫുഡ് റെഡിയാക്കിയിട്ടല്ലേ അടുത്ത സെലിബ്രേഷൻ. ഇതേ കണ്ടല്ലോ, ഗ്രിൽ ചിക്കൻ അതും ഏകദേശം റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എൻഡിങ് ആയി. ഇനി നമുക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി?
അപ്പോൾ നെക്സ്റ്റ് ഡേ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ. രാവിലെ ഒത്തിരി മനോഹരമായിട്ടുള്ള ശബ്ദമാണ് കേട്ടോ, കിളികളുടെ സൗണ്ടാണ് കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിരുന്നു ഇവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ഒരു ഭംഗി നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഈ കാഴ്ചകൾ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത്ര മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചാൽ അത് ശരിയാകത്തില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കി കുറച്ച്. ഈ ഒരു കാഴ്ച നോക്കി ഇപ്പോൾ കാണാം, മനോഹരമായ ഒരു ബട്ടർഫ്ലൈ കണ്ടോ പറന്നു പോകുന്നത്. ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി കേട്ടോ എനിക്ക് എന്ത് ഭംഗിയായിട്ട് പോകുന്നു. കാണാനില്ല, കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ മാഞ്ഞു പോയോ? അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു കാണുമല്ലോ, തേയിലത്തോട്ടങ്ങൾ. ഇനി ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ്. ഒത്തിരി വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല. നിധി തേടിപ്പോയ അവസ്ഥയെന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും കിട്ടിയാലോ, നമുക്കൊന്ന് തപ്പി നോക്കാം. ഇത്രയും വർഷം പഴക്കമെന്നല്ലേ പറയുന്നേ. പുരാതനമായി എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ. ഒന്നും കാണാനില്ല കേട്ടോ, അവിടെ അത്ര സേഫല്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. കണ്ടിട്ടൊന്നുമില്ല, വെറുതെ വരേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ വിട്ടേക്കും, നമുക്ക് അടുത്ത് എന്താന്ന് നോക്കാം. ഓക്കെ, റെഡി? കണ്ടല്ലോ, പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ, ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു മൊബൈലിൽ എടുത്ത്. പിന്നെ അത് ഫ്രെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഫ്രെയിം ചെയ്യാൻ ഈസിയല്ലേ. ഇനി അടുത്തെന്താ? ബോട്ടിങ്, പെഡൽ ബോട്ടാ. അപ്പോൾ പെഡൽ ബോട്ട് നോക്കാം. മിക്കവാറും ഇന്ന് പെഡൽ ബോട്ടിൽ ചവിട്ടി മനുഷ്യനൊരു പരുവാകും. എല്ലാവരും ഈസിയായിട്ട് ചവിട്ടുന്നുണ്ട്. എന്തായാലും നോക്കാം അല്ലേ, എത്ര നേരം ചവിട്ടും, ഏതുവരെ എത്തുമെന്ന് നോക്കാം. ഞങ്ങൾ കുറച്ച് നേരം ചവിട്ടിയിട്ടുണ്ട്, തിരിച്ചെത്താറായി. ഒത്തിരി ദൂരം ഞങ്ങൾ പോയിട്ടില്ല. കുറച്ച് ഇനി അടുത്തെന്താണെന്ന് നോക്കാം. ഫോഗ് കണ്ടല്ലോ, അടുത്ത കാഴ്ച.
ഒത്തിരി മനോഹരമായ വേറിട്ടൊരു കാഴ്ചയാണ് അല്ല, ഇതുവരെ കണ്ടതിലൊരു പ്രത്യേക ഒരു കാഴ്ച ഭംഗിയായിട്ട് തോന്നിയത്. രാവിലെ മിസ് ചെയ്തതും ഇതാണ്. അപ്പോൾ തിരിച്ച് ഹിൽ ടോപ്പിൽ പോയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഇവരെല്ലാം സ്ലോയിലാണ് പോകുന്നത്, എന്തായാലും നിന്ന് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് കണ്ടുകൊണ്ട് പോവാണ്. ഉണ്ടല്ലോ, കയറുന്നത് ഒത്തിരി ഉണ്ട്, ടോപ്പിലോട്ട് കയറുന്നവരും ഒത്തിരി മനോഹരമായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്ത് പോയപ്പോഴും ഇത്രയും നന്നായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പൊന്മുടിയിൽ പോയപ്പോഴും, പൊന്മുടി പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഫോഗ് കണ്ടിട്ടില്ല. മൂന്നാറിൽ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, അപ്പോഴും ഇത് മിസ് ചെയ്തു. മനോഹരമായിട്ട് തോന്നി. പക്ഷെ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ, ഒരു 5:30 ടൈമാണ് ഇപ്പോൾ ഇത്. ആ ടൈമിലാണ് ഇതിൽ കാണുന്നത്. നോക്കി, ഫോഗാണോ മേഘമാണോ അത്ര ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് ലീഫും ഇതുമായിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുന്ന ആ കാഴ്ച ഒത്തിരി ഭംഗിയില്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ കണ്ടു കാണില്ല ഈ ഒരു കാഴ്ച. ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല, മിക്കവാറും അവിടെയൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്താ എങ്ങനെയാണെന്നൊരു പിടിയില്ല കേട്ടോ. ഇങ്ങനത്തെ കാഴ്ചയാണ്, എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. ഇവിടെ നല്ല മനോഹരമായിട്ട് തോന്നി. അത്യാവശ്യം ബ്ലോക്കാണ്, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏകദേശം ഹിൽ ടോപ്പ് എത്താറായി എന്ന് വേണം പറയാൻ. പകുതി തൊട്ടേ ഈ ഒരു ഫോഗുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊന്നും നിങ്ങൾ കണ്ടു നോക്കി, ബാക്കി നോക്കാം. അപ്പോൾ കണ്ടല്ലോ മനോഹരമായ ഫോഗൊക്കെ. ഇനി നമുക്ക് തിരിച്ചിറങ്ങാം. എന്താ കാഴ്ച എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇത് ഫോഗ് കണ്ടു. അപ്പോൾ ഹിൽ ടോപ്പ് ഏകദേശം കണ്ടു കഴിഞ്ഞു. നമുക്ക് തിരിച്ചിറങ്ങിയിട്ട് എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നോക്കാം. പുറത്തേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു കാഴ്ച ഉണ്ടായിരുന്നതല്ലേ. എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്, അങ്ങ് ഇറങ്ങി. എന്താ നോക്കാം. ഇതേ കണ്ടോ, 2 ആനക്കുട്ടന്മാർ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ആവേശത്തോടു. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ പറയാൻ കേട്ടോ. പ്രതീക്ഷിക്കാത്ത കണ്ട 2 പേരാണ് ഈ 2 ആനക്കുട്ടന്മാർ. ഇത്രയും ഒരു ക്ലാരിറ്റിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻഡിങ് എന്നും പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു കാഴ്ചയോടുകൂടി നമുക്കൊരു പുതിയൊരു വീഡിയോയും കാണാം. ബൈ.